നമസ്കാരം, ഞാൻ ജിഷ്ണു വാസൻ നമ്പൂതിരി. എല്ലാവർക്കും ഇടവന വേദ സെൻ്ററിലേക്ക് സ്വാഗതം. ഏപ്രിൽ 15 മുതൽ മെയ് 14 വരെയുള്ള മേടമാസത്തിലെ ഫലമാണ് ഇപ്പോൾ പറയുന്നത്. അതിനു മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, ഞാനിപ്പോൾ എല്ലാ രാശിക്കാരോടും എല്ലാ കൂറുകാരോടും അതാത് ദേവതകളെ പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വിഷുഫലത്തിൻ്റെ വീഡിയോയിൽ ഒരു 12 രാശിക്കാർക്കും 12 ദേവതകളെ അതാത് ദേവതകളെയാണ് ഞാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. ഇപ്പോൾ മാസം ഈ വീഡിയോ വരുമ്പോൾ ദേവതകളിൽ വ്യത്യാസം വരും. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും ഏത് വേണം പ്രാർത്ഥിക്കാമെന്ന്. ഈ 2 ദേവതകളെയും കൃത്യമായിട്ട് പ്രാർത്ഥിച്ചു പോയാൽ നമുക്ക് വരുന്ന അല്ലെങ്കിൽ വരാനിരിക്കുന്ന ആ ദോഷത്തിൻ്റെ കാഠിന്യം വളരെ കുറഞ്ഞ് നല്ല രീതിയിൽ നമ്മുടെ കരിയറായാലും കുടുംബജീവിതവും പേഴ്സണൽ ലൈഫ് എല്ലാം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ ആ രീതിയിൽ എല്ലാം നോക്കി കൃത്യമായിട്ട് മനസ്സിലാക്കി പ്രാർത്ഥിച്ച് വേണം മുന്നോട്ട് പോകുവാൻ. അശ്വതി, ഭരണി, കാർത്തികക്കാൽ, മേടക്കൂറുകാർക്ക് സാമ്പത്തികപരമായിട്ട് നല്ലൊരു സമയമാണ്. പക്ഷേ അവർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എടുത്തു ചാടി മറ്റുള്ളവരെ സഹായിക്കാൻ പോകാതിരിക്കുക. നമ്മുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഒരു സഹായം ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഇവർ പോകുവാൻ. അതുപോലെ തന്നെ ഇവർക്ക് ഈ നക്ഷത്രക്കാർക്ക് ഈ മാസം പെട്ടെന്ന് ദേഷ്യം വരാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇവർ ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് പോകുന്നത് വളരെ നല്ലതായിരിക്കും. ഇപ്പോൾ ജ്വല്ലറി ഐറ്റംസ് മേടിക്കാൻ, വാഹനങ്ങൾ മേടിക്കാനൊക്കെ അനുയോജ്യമായ ഒരു സമയമാണ് ഈ വരുന്ന ഒരു മാസം. പുതിയ ബിസിനസ് തുടങ്ങാൻ നല്ലൊരു സമയമാണ്. പക്ഷേ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് ക്ഷമയോടുകൂടി വേണം മുന്നോട്ട് പോകാൻ. പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് പഠിച്ചതിന് ശേഷം മാത്രമേ അത് തുടങ്ങാൻ പറ്റുള്ളൂ. പുതിയ ഓർഡറുകളൊക്കെ കിട്ടും. കസ്റ്റമേഴ്സിനോടൊക്കെ നല്ല സൗമ്യമായിട്ടൊക്കെ പെരുമാറിയാൽ നല്ല രീതിയിൽ ഇവരുടെ ആ ഒരു ബിസിനസ് നല്ലൊരു ഉയർച്ചയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ജോലി ചെയ്യുന്നവർക്ക് അവരുടെ ജോലി മേഖലയിൽ നല്ല ഉയർച്ചയും ഇവരുടെ കൂടെ സുപ്പീരിയേഴ്സിൽ നിന്ന് നല്ലൊരു സഹകരണവും എല്ലാം കിട്ടി നല്ലൊരു ഉയർന്ന രീതിയിലേക്ക് തന്നെ ഇവരുടെ ആ ജോലിയിൽ ഉയർച്ചകളുണ്ടാവും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, കുടുംബത്തിൽ ദമ്പതികൾ തമ്മിൽ ചെറിയ ആർഗ്യുമെൻറ്റ്സൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഒരു കോംപ്രമൈസ് ചെയ്ത് പോയാൽ നല്ലൊരു അന്തരീക്ഷമായിരിക്കും ഇവർക്കുള്ളത്. കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ഓർത്ത് അല്ലെങ്കിൽ അവരുടെ പഠിത്തമൊക്കെ ഓർത്ത് ഇവർക്ക് നല്ല അഭിമാനം ഉണ്ടാകാനും കൂടെ നല്ലൊരു സമയമാണ് ഈ വരുന്ന ഒരു മാസം. മഹാവിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുന്നതാണ് ഇവർക്ക് നല്ലത്. ഇടവക്കൂറ്, കാർത്തിക, മുക്കാലി, രോഹിണി, മകീരം, അര. ഈ നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായിട്ട് നല്ല മെച്ചമുള്ള സമയമായിരിക്കും ഈ വരുന്ന ഒരു മാസം. പക്ഷേ ആവശ്യമില്ലാത്ത ഒരുപാട് ടെൻഷൻസ് ഇവരുടെ മനസ്സിലുണ്ടാവും. ആ ടെൻഷനൊക്കെ മാറ്റി കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇവർക്ക് ഈ മാസം വളരെ നല്ലതായിരിക്കും. ആ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് വളരെയധികം ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് പോകാൻ. ആരോഗ്യമൊക്കെ മെച്ചപ്പെടും. ഏതെങ്കിലും രീതിയിലുള്ള ദീർഘനാളായിട്ട് പെൻഡിങ് ഉള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സോൾവ് ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് വരാനും കൂടെ നല്ല സമയമാണ്. ഈ നക്ഷത്രക്കാരുടെ അച്ഛൻ്റെ ആരോഗ്യം നല്ല രീതിയിൽ ശ്രദ്ധിച്ച് വേണ്ട ട്രീറ്റ്മെൻറ്റുകളൊക്കെ കൊടുക്കണമെങ്കിൽ അതൊക്കെ കൊടുത്ത് തന്നെ വേണം മുന്നോട്ട് പോകുവാൻ. ബിസിനസ് ചെയ്യുന്നവർക്ക് വലിയ കുഴപ്പമില്ല, എന്നാലും കുഴപ്പമില്ലാതെ പോകാൻ പറ്റുന്നൊരു സമയമാണ്. നല്ല കൂടുതൽ ശ്രദ്ധ വേണം. അതായത് നമ്മൾ കസ്റ്റമേഴ്സിനോട് ഇടപെടുമ്പോൾ അവർക്ക് സാധനങ്ങൾ കൈമാറുമ്പോൾ വളരെ കെയർഫുള്ളായിരിക്കണം. അല്ലെങ്കിൽ പല വിധത്തിലുള്ള നഷ്ടങ്ങൾ ഇവർക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാ കാര്യം ചെയ്യുമ്പോൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് വളരെ ശ്രദ്ധിച്ച് വേണം ഇവരുടെ കസ്റ്റമേഴ്സിനോട് ഇവർ ഇടപെടുവാൻ. ജോലി ചെയ്യുന്നവർക്ക് അവരുടെ ജോലിഭാരം കൂടും. പക്ഷേ അവർക്ക് ഒരുപാട് യാത്രകളൊക്കെ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സമയമാണ് ഈ വരുന്ന ഒരു മാസം. ചെറിയ തർക്കങ്ങളൊക്കെ കുടുംബത്തിലുണ്ടാവും ഈ നക്ഷത്രക്കാർക്ക്. എന്നിരുന്നാൽ പോലും അതൊക്കെ ഒന്ന് മനസ്സിലാക്കി ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ മനസ്സിലാക്കി പോകും. കൂടുതലായിട്ടും അഡ്ജസ്റ്റ്മെൻ്റ് അല്ല, അത് മനസ്സിലാക്കി പോയാൽ നല്ലൊരു അന്തരീക്ഷമായിരിക്കും ഇവർക്ക് കുടുംബജീവിതത്തിൽ വരിക. കുട്ടികളുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഈ നക്ഷത്രക്കാർ. ശിവഭഗവാനെ പ്രാർത്ഥിക്കുന്നതാണ് നല്ലത്. മകീരം, അവസാന ഭാഗം തിരുവാതിര, പുണർന്ന, മുക്കാലാണ് മിഥുനക്കൂറ്.
മിഥുനക്കുറുകാർക്ക് സാമ്പത്തികമായിട്ട് നല്ലൊരു സമയമാണ്. പക്ഷേ മനസ്സിന് ഒരുപാട് ക്ഷീണം, ടയേർഡൊക്കെ വരാൻ ഉള്ളൊരു സമയം കൂടിയാണ് ഇത്. അപ്പോൾ അതുകൊണ്ട് ആരോഗ്യകാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ശുഭകാര്യങ്ങളൊക്കെ വീട്ടിൽ നടക്കാനും കൂടി നല്ലൊരു സമയമാണ്. അതുപോലെ തന്നെ ഇവരുടെ സുഹൃത്തുക്കൾ ചിലപ്പം എന്തെങ്കിലും തർക്കങ്ങളൊക്കെ ഉണ്ടായി വേർപിരിയാനും കൂടി സാധ്യതയുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ഇടപെടുമ്പോൾ ആ സൗഹൃദങ്ങളൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് പോകുവാൻ. ഈ നക്ഷത്രക്കാരിൽ ചിലർ അവരുടെ ആ ഒരു സ്ഥാനം ഇപ്പോൾ താമസിക്കുന്ന സ്ഥലമൊക്കെ ഒന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് മാറാനുള്ളൊരു സാധ്യതയൊക്കെ ഉണ്ട്. അതൊക്കെ കൃത്യമായിട്ട് പഠിച്ചിട്ട് ഭാവിയിൽ വരാൻ എന്തെങ്കിലും ഇഷ്യൂ ഒക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം അതൊക്കെ മാറുവാൻ. അതുപോലെ തന്നെ ഇവരുടെ വാഹനങ്ങൾക്ക് ഒരുപാട് ചിലവുകൾ വരാനുള്ളൊരു സമയം കൂടിയാണ്. അതുകൊണ്ട് വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോഴും കൂടുതൽ ശ്രദ്ധിക്കുക. കുടുംബത്തിൽ സമാധാനമൊക്കെ ഉണ്ടാവും. പക്ഷേ എന്നിരുന്നാൽ പോലും ആ തർക്കങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വളരെ ശ്രദ്ധിച്ച് ആർഗ്യുമെൻറ്റ്സ് ഒന്നും ഉണ്ടാവാതെ സ്നേഹത്തോടുകൂടി പോയാൽ വളരെ നല്ലൊരു മാസമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക്. അതുപോലെ തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവിയെക്കുറിച്ചും കൂടുതലായിട്ട് ഈ നക്ഷത്രക്കാർ പേരൻസ് ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് പോകാൻ. ബിസിനസ് ചെയ്യുന്നവർ അവരുടെ ബിസിനസ് വലിയ കുഴപ്പമില്ലാതെയൊക്കെ മുന്നോട്ട് പോകും. ഒരുപാട് നാളുകളായിട്ട് കിട്ടാതിരിക്കുന്ന പേയ്മെൻറ്റ്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കിട്ടാനും വലിയ കുഴപ്പമില്ലാതെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനും റൺ ചെയ്യിക്കാനും കൂടെ നല്ലൊരു സമയമാണ്. പക്ഷേ ഓർഡറുകളൊക്കെ കൈമാറുമ്പോൾ വളരെ ജാഗ്രതയോടുകൂടി വേണം ഈ നക്ഷത്രക്കാർ ചെയ്യുക. ജോലി ചെയ്യുന്നവർക്ക് അവരുടെ സുപ്പീരിയേഴ്സ്, സീനിയേഴ്സൊക്കെ ഇവർക്ക് അനുകൂലമായിട്ട് വരും. അതുപോലെ തന്നെ ഇവരുടെ കൂടെ സെയിം കാറ്റഗറിയിൽ കൂടെ ജോലി ചെയ്യുന്നവരുമായിട്ട് ഒന്ന് ശ്രദ്ധിക്കണം. മറ്റുള്ളവരെ കുറ്റം പറയാനോ നമുക്ക് പാര വയ്ക്കുക എന്നുള്ള സംഭവം വരാനൊക്കെ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ആ കാര്യം വളരെ ശ്രദ്ധിച്ച് ജോലിയിൽ മുന്നോട്ട് പോവുക. ഹനുമാൻ സ്വാമി പ്രാർത്ഥിക്കുന്നതാണ് ഇവർക്ക് നല്ലത്. പുണർതം അവസാന ഭാഗം പൂയം ആയില്യം കർക്കിടകക്കുറുകാർക്ക് ഇവർക്ക് പാരമ്പര്യമായിട്ട് കിട്ടേണ്ട ഏതെങ്കിലും പ്രോപ്പർട്ടീസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കിട്ടാനൊക്കെ നല്ലൊരു സമയം കൂടിയാണ്. അതുപോലെ തന്നെ ഇവർ ഈ നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പെട്ടെന്ന് ഹോട്ട് ടെമ്പേർഡ് ആയിരിക്കും. അതായത് പെട്ടെന്ന് ദേഷ്യം വന്ന് ക്ഷമയില്ലാത്തൊരവസ്ഥ. ആ പെട്ടെന്ന് ദേഷ്യം വന്ന് പലവിധ പ്രശ്നങ്ങളും ഇവരിൽ നിന്ന് വരാം. അപ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകൾ, ആ പ്രവൃത്തികൾ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. അതുകൊണ്ട് വളരെ കെയർഫുള്ളായി ക്ഷമയോടുകൂടി എല്ലാ കാര്യങ്ങളും കേട്ട് മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകുക. ഈ നക്ഷത്രക്കാരുടെ ആഭരണങ്ങൾ, പൈസ ഇതൊക്കെ പ്രത്യേകം സൂക്ഷിക്കണം, നഷ്ടപ്പെടാതെ. അതുപോലെ തന്നെ ഇവരുടെ ആ സ്ഥാനം, ഇവർ നിൽക്കുന്ന ആ സ്ഥലം ചിലപ്പോൾ മാറാനുള്ളൊരു സാധ്യതയൊക്കെ ഉണ്ട്. അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം മുന്നോട്ട് പോകുവാൻ. അതുപോലെ തന്നെ ദീർഘനാളുകളായിട്ട് കിടക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇവരെടുക്കുന്ന ആ ഒരു തീരുമാനത്തിലൂടെ ആ പ്രശ്നങ്ങൾ ഫുള്ളായിട്ട് തീരാനും കൂടെ നല്ലൊരു സമയമാണ്. ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെ നല്ല സമയമാണ്. നല്ല ഉയർച്ചകളുണ്ടായിക്കോളും. ബിസിനസ് കൂടുതലൊന്ന് എക്സ്പാൻഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷം മുന്നോട്ട് പോയാൽ അത് വളരെ നല്ലതായിരിക്കും. കുടുംബത്തിൽ ശുഭകാര്യങ്ങളും മംഗളകാര്യങ്ങളും നടക്കാനും കൂടി നല്ലൊരു സമയമാണ്. ഈ നക്ഷത്രക്കാരുടെ പങ്കാളികളായിട്ട് സംസാരിക്കുമ്പോൾ ഏതെങ്കിലും വിധത്തിലുള്ള തർക്കങ്ങളോ ആർഗ്യുമെൻറ്റ്സൊക്കെ വന്നാൽ അതൊക്കെ കഴിവതും പരമാവധി ഒഴിവാക്കി മുന്നോട്ട് പോകേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ നക്ഷത്രക്കാരുടെ ആരോഗ്യവും ഇവരുടെ പങ്കാളികളുടെ ആരോഗ്യവും കൃത്യമായി ശ്രദ്ധിച്ച് വേണ്ട ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ എടുത്ത് ആഹാരകാര്യങ്ങളൊക്കെ നിയന്ത്രിച്ച് തന്നെ വേണം മുന്നോട്ട് പോകുവാൻ. ഈ നക്ഷത്രക്കാരുടെ കുട്ടികൾ മുഖേന കൂടുതൽ ചെലവുകൾ വരാനുള്ള സാധ്യതയും ഈ മാസമുണ്ട്. അതുപോലെ തന്നെ ജോലി ചെയ്യുന്നവർക്ക് നല്ല സമയമാണ്. ഇവരുടെ ജോലിഭാരം കൂടും. ജോലി വഴി ഇവർക്ക് ഒരുപാട് യാത്രകൾ ചെയ്യേണ്ടി വരും. അപ്പോൾ യാത്രകളൊക്കെ വളരെ ശ്രദ്ധിച്ച് വേണം പോകാൻ. പല വിധത്തിലുള്ള തടസ്സങ്ങളും ആ ജോലിയിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും നമ്മുടെ ആ കോൺസെൻട്രേഷൻ പൂർണ്ണമായിട്ടും ആ ജോലിയിൽ കൊടുത്താൽ മാത്രമേ ഈ മാസം അവർക്ക് കഷ്ടിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതാണ് നല്ലത്. മകം, പൂരം, ഉത്തരം, കാല്, ചിങ്ങക്കൂറുകാർക്ക് വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു മാസമാണ് ഈ മാസം. അവരുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കും. പക്ഷേ ഒരുപാട് ഫ്രസ്ട്രേഷൻ, ടെൻഷനൊക്കെ അവർക്കുണ്ടാവും. അതൊക്കെ ഒന്ന് മാറ്റി വച്ചാൽ നല്ല രീതിയിൽ അവർക്ക് ഈ മാസം മുന്നോട്ട് പോകാൻ സാധിക്കും. ജോലി ചെയ്യുന്നവർ അവരുടെ ആ മേഖലയിൽ വളരെ കെയർഫുള്ളായി ജാഗ്രതയോടുകൂടി തന്നെ വേണം മുന്നോട്ട് പോകാൻ. പ്രധാനപ്പെട്ട വ്യക്തികളെ മീറ്റ് ചെയ്യാനും അവരിൽ നിന്ന് കൂടുതൽ അറിവ് നേടാനും അതുവഴി മുന്നോട്ട് പോകാനും കൂടെ ഇവർക്ക് സാധിക്കും. അത് വളരെ നല്ലതാണ് ഈ വരുന്ന ഒരു മാസം ഇവർക്ക്. ബിസിനസ് ചെയ്യുന്നവർക്ക് അവരുടെ ബിസിനസ് ഒന്ന് ഡൗൺ ആവാനുള്ള സാധ്യതയുണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് പ്രോഫിറ്റും കുറച്ച് കുറയും. പുതിയ ഓർഡറുകൾ കിട്ടാൻ ബുദ്ധിമുട്ട് വരും. എന്നിരുന്നാൽ പോലും അവർക്ക് വരുന്ന മാസങ്ങൾ അവർക്ക് നല്ലതായിരിക്കും. തളരാതെ ചെയ്താൽ കുഴപ്പമില്ലാതെ ആ പ്രതീക്ഷിക്കുന്ന പ്രോഫിറ്റിൻ്റെ അടുത്തേക്കെങ്കിലും അവർക്ക് എത്താൻ സാധിക്കും. പ്രൊഫഷണൽ ജോലി ചെയ്യുന്നവർക്ക് അവരുടെ ജോലിഭാരമൊക്കെ കൂടും.
ഇരട്ടി ജോലിഭാരം കിട്ടുമ്പോൾ അവർക്ക് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാതെ മുന്നോട്ട് പോയാൽ എവിടെ എത്തുമെന്നുള്ള ഒരു പേടിയൊക്കെ ഉണ്ടാവും. പക്ഷെ അതുപോലെ തന്നെ കൂടെ ജോലി ചെയ്യുന്നവരുമായിട്ട് തർക്കങ്ങളിലേക്ക് പോകാതെ ആ ചെയ്യുന്ന ജോലി കോൺസെൻട്രേഷൻ കൊടുത്ത് കൃത്യമായിട്ട് ചെയ്താൽ സുപ്പീരിയേഴ്സും നല്ല അംഗീകാരവും കിട്ടി നല്ല രീതിയിൽ വരാനും കൂടെ ഇവർക്ക് ഈ മാസം സാധിക്കും. അതുപോലെ തന്നെ കുടുംബത്തിൽ പല തർക്കങ്ങളും പ്രശ്നങ്ങളും വരാനുള്ള സാധ്യതയുണ്ട്. അയൽപക്കക്കാരായിട്ട് തർക്കങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ഈ തർക്കങ്ങൾ എവിടെ വന്നാലും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുക എന്നുള്ളത് മാത്രമാണ്. പ്രത്യേകിച്ച് ഈ നക്ഷത്രക്കാരുടെ കുട്ടികളായിട്ട് എന്തെങ്കിലും ഒച്ചപ്പാടൊക്കെ ഉണ്ടായാലും കുട്ടികളെ സമാധാനിപ്പിച്ച് സന്തോഷം, അവരെ ദേഷ്യപ്പെടാതെ സ്നേഹത്തോടുകൂടി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാൽ വലിയ കുഴപ്പമില്ലാതെ അവർക്ക് ഈ മാസം മുന്നോട്ട് പോകാൻ സാധിക്കും. ശ്രീരാമസ്വാമി പ്രാർത്ഥിക്കുന്നതാണ് ഈ നക്ഷത്രക്കാർക്ക് ഈ മാസം നല്ലത്. ഉത്തരമുക്കാല്, അത്തം, ചിത്തിര, കന്നിക്കൂറ്. കന്നിക്കൂറുകാർക്ക് സാമ്പത്തികമായിട്ട് നല്ല സമയമാണ്. അതുപോലെ തന്നെ അനാവശ്യമായിട്ട് ഒരുപാട് യാത്രകൾ ഇവർക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ആരോഗ്യമൊക്കെ മെച്ചപ്പെടും. അതുപോലെ തന്നെ പുതിയ സൗഹൃദം കിട്ടാനും കൂടെ നല്ലൊരു സമയമാണ് ഈ വരുന്ന ഒരു മാസം. സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇവർ ചെയ്യുന്ന ജോലിയിലായാലും ഇവർക്ക് ഒരുപാട് കൺഫ്യൂഷനൊക്കെ വരാനുള്ള കാര്യമാണ് ഒരു സമയമാണ്. എന്ത് ചെയ്താലും ടെൻഷൻ, കൺഫ്യൂഷൻ, അത് ശരിയാകുമോ ഇത് ശരിയാകുമോ എന്നൊക്കെയുള്ള തോന്നലുകളൊക്കെ വരും. അതൊക്കെ മാറ്റിവെച്ച് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്താൽ നല്ലൊരു സമയം കൂടിയാണ് ഇവർക്ക് ഈ മാസം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവർ തീയായിട്ടോ ഇലക്ട്രിക്കായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും വർക്ക് ചെയ്യുന്നവരാണെങ്കിലും കിച്ചണിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും അതൊന്ന് ശ്രദ്ധിക്കണം. ഇതുപോലെ അപകട സൂചനയൊക്കെ കാത്തിരിപ്പുണ്ട്. വളരെ കെയർഫുള്ളായിട്ട് തന്നെ വേണം മുന്നോട്ട് പോകാൻ. ബിസിനസ് ചെയ്യുന്നവർക്ക് നല്ല സമയമാണ്. ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനും കൂടുതൽ ഓർഡർ കിട്ടാനും നല്ല രീതിയിൽ മുന്നോട്ട് പോയി ലാഭം കിട്ടാനും കൂടെ നല്ലൊരു സമയമാണ് ഈ വരുന്ന ഒരു മാസം. ജോലി ചെയ്യുന്നവർക്ക് അവരുടെ ജോലിഭാരം കൂടും. എന്നിരുന്നാൽ പോലും അവരുടെ ടാലൻറ്റ് അവർക്ക് അംഗീകാരം കിട്ടുന്ന ഒരു ടൈമാണ് ഈ വരുന്ന ഒരു മാസം. പിന്നെ ഈ വീക്കെൻഡ് ജോലി ചെയ്യുമ്പോൾ വീക്കെൻഡൊക്കെ ആകുമ്പോഴേക്കും ഒന്ന് കൂടുതൽ ശ്രദ്ധ കൊടുക്കണം. അല്ലെങ്കിൽ പല പാകപ്പിഴകളും ഇവരിൽ നിന്ന് വരാനുള്ള സാധ്യതയുണ്ട്. ഈ നക്ഷത്രക്കാർ ഇവരുടെ പങ്കാളികളായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ തർക്കങ്ങളുണ്ടാകുമ്പോൾ ഒന്ന് മനസ്സിലാക്കി മറ്റുള്ള നമ്മുടെ പങ്കാളിയും കൂടെ മനസ്സിലാക്കി പോകുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ആർഗ്യുമെൻറ്റ്സ് കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണത്. ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക. അതുപോലെ തന്നെ ഈ നക്ഷത്രക്കാരുടെ കുട്ടികളുടെ ആരോഗ്യവും കുട്ടികളായിട്ട് ഇടപെടുമ്പോഴും സ്നേഹത്തോടെയൊക്കെ ഇടപെട്ടാൽ നല്ലതായിരിക്കും. ഹനുമാൻ സ്വാമി പ്രാർത്ഥിക്കുന്നതാണ് ഈ നക്ഷത്രക്കാർക്ക് ഈ മാസം നല്ലത്. ചിത്തിര, അര, ചോതി, വിശാഖം, മുക്കാല്. തുലാക്കൂറുകാർക്ക് പൊതുവേ നല്ലൊരു സമയമാണ്. സാമ്പത്തികമായിട്ട് നല്ലൊരു വരുമാനം ഉണ്ടാവും. കുടുംബത്തിൽ നല്ല മംഗളകാര്യങ്ങളൊക്കെ നടക്കും. അതുപോലെ തന്നെ ഇവരുടെ ഒരു ആത്മവിശ്വാസവും ആ ഒരു പീസ് ഓഫ് മൈൻഡൊക്കെ വർദ്ധിച്ച് എല്ലാ കാര്യങ്ങളും ഭംഗിയായി നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. തീർത്ഥയാത്രകൾ പോകാനും കൂടെ നല്ലൊരു സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഒരു മാസം. അവരെന്ത് ചെയ്താലും അത് അവർക്ക് അനുകൂലമായിട്ട് വരാനും കൂടെ നല്ലൊരു സമയം കൂടിയാണ്. ബിസിനസ് ചെയ്യുന്നവർക്ക് ആ ബിസിനസ് ഉയർച്ച ഉണ്ടാവും. പക്ഷേ അതൊരു സ്ലോ ലെവലിലായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. ഒരുപാട് ബിസിനസ് സംബന്ധമായിട്ട് ഒരുപാട് യാത്രകൾ ചെയ്യാനുള്ള യോഗങ്ങളൊക്കെ ഉണ്ട് ഈ വരുന്ന ഒരു മാസം. അതൊക്കെ കൂടുതൽ ശ്രദ്ധിച്ചാൽ അനാവശ്യമായ യാത്രകളൊക്കെ കുറച്ച് പോകാനും കൂടെ സാധിക്കും. പുതിയ ഓർഡറുകൾ കിട്ടാനും ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനും കൂടെ നല്ലൊരു സമയം കൂടിയാണ്. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൽ നിന്ന് എന്തെങ്കിലും സഹായങ്ങളോ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും കിട്ടാനോ അല്ലെങ്കിൽ പേപ്പർ വർക്കുകൾ കിട്ടാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കിട്ടാനും കൂടെ നല്ല സമയമാണ് ബിസിനസ്സുകാർക്ക് ഈ വരുന്ന ഒരു മാസം. പ്രൊഫഷണൽ ജോലി ചെയ്യുന്നവർക്ക് അവരുടെ ജോലി ഭാരം കൂടും. അതുപോലെ തന്നെ പ്രതീക്ഷിക്കുന്ന ഒരു ശമ്പളവും പ്രമോഷനും കിട്ടാനും കൂടി നല്ല സമയമാണ്. പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ കുടുംബത്തിൽ വരാനുള്ള സാഹചര്യമുണ്ട്. ആർഗ്യുമെൻറ്റ്സ് വരാനുള്ള സാധ്യതയുണ്ട്. എന്ത് പ്രശ്നം വന്നാലും നമ്മളത് സഹകരിച്ച് സൗമ്യമായിട്ട് സംസാരിച്ച് മുന്നോട്ട് പോയാൽ മറ്റുള്ള ബന്ധുക്കാരെ ഒന്നും നോക്കാതെ നമ്മൾ ഉള്ളിലുള്ളവർ തന്നെ സംസാരിച്ച് മുന്നോട്ട് പോയാൽ തീർക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളേ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ കുട്ടികൾ ഇവർക്കൊരു അംഗീകാരം മാതാപിതാക്കൾക്ക് അംഗീകാരമാകുന്ന ഒരു സമയം കൂടി ഈ വരുന്ന ഒരു മാസം ഉണ്ടാവും. ദുർഗാദേവി പ്രാർത്ഥിക്കുന്നതാണ് ഇവർക്ക് നല്ലത്. വിശാഖം അവസാന ഭാഗം, അനിഴം, തൃക്കേട്ട, വൃശ്ചികക്കൂറുകാർക്ക് സാമ്പത്തികമായിട്ട് നല്ല സമയമായിരിക്കും. ഇവർ ലക്ഷറി ഐറ്റംസ് മേടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ചിലവുകൾ നടത്തുന്ന ഒരു സമയം കൂടിയായിരിക്കും ഈ വരുന്ന ഒരു മാസം. വാഹനങ്ങൾ മേടിക്കാനും നല്ല സമയം കൂടിയാണ്. അനാവശ്യമായിട്ട് ഒരുപാട് യാത്രകൾ ഈ നക്ഷത്രക്കാർക്ക് ഈ മാസം ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ഇവരുടെ ദേഷ്യം ഒന്ന് കൂടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ അറ്റ് ദ സെയിം ടൈമിൽ ഇവരുടെ സോഷ്യൽ സ്റ്റാറ്റസും വർദ്ധിച്ച് നല്ല ഗുഡ് വില്ല് കിട്ടാനും കൂടെ നല്ല സമയമാണ്. നേരത്തെ ഉണ്ടായിരുന്ന ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറി നല്ലൊരു ആരോഗ്യവാനായിട്ട് മുന്നോട്ട് വരാനും കൂടെ നല്ല സമയമാണ് ഈ വരുന്ന ഒരു മാസം. ബിസിനസ്സൊക്കെ വർദ്ധിക്കും. ബിസിനസ്സിനുമായിട്ട് എന്തെങ്കിലും പെട്ടെന്ന് ചില പ്രശ്നങ്ങളൊക്കെ വരും. ആ വരുന്ന വഴിക്ക് തന്നെ ആ പ്രശ്നങ്ങൾ നമുക്ക് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാനും ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും.
ബിസിനസ്സിൻ്റെ ചിലവൊക്കെ വളരെ കൂടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കോമ്പറ്റീഷൻ കുറഞ്ഞ് മറ്റ് പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ ഇവർ പേരൻസ് ആയിട്ടോ എന്തെങ്കിലും രീതിയിലുള്ള കുടുംബ ബിസിനസ്, പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ പേരൻസായിട്ട് ചില ആർഗ്യുമെൻറ്റ്സൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ ഇവരിൽ നിന്ന് മനസ്സിലാക്കി ആർഗ്യുമെൻറ്റ്സ് ഒഴിവാക്കി മുന്നോട്ട് പോയാൽ ഇവർക്ക് വളരെ നല്ലതായിരിക്കും. പ്രൊഫഷണൽ ജോലി ചെയ്യുന്നവർക്ക് അവരുടെ ജോലി സ്ഥലത്ത് പല പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും. എന്നിരുന്നാൽ പോലും അവർ നല്ല രീതിയിൽ അത് മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടതാണ്. പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് നല്ലൊരു സമയം കൂടിയാണ്. കുടുംബത്തിൽ ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ ആർഗ്യുമെൻറ്റ്സ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിൽ നിന്നൊക്കെ ഒഴിവായി മുന്നോട്ട് പോകേണ്ടതാണ്. അതുപോലെ തന്നെ ഇവർ കുട്ടികളുടെ പഠിത്തത്തിൽ, വിദ്യാഭ്യാസത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതാണ് ഇവർക്ക് നല്ലത്. മൂലം, പൂരാടം, ഉത്രാടം, കാലം, ധനുക്കൂറുകാർക്ക് സാമ്പത്തികമായിട്ട് അല്പം ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഇവരുടെ ആരോഗ്യകാര്യങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്, വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ എന്ത് കാര്യമാണെങ്കിലും അതിനകത്ത് ക്ഷമ ഇവർക്ക് വളരെ അത്യാവശ്യമാണ്. പെട്ടെന്ന് എടുത്തു ചാടി ഓരോന്ന് പറയുക, ടെൻഷൻ വന്ന് എന്തെങ്കിലുമൊക്കെ പറയുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് വരാനുള്ള സാധ്യതയുണ്ട്. എന്ത് വന്നാലും അതൊരു ക്ഷമയോടുകൂടി ഫേസ് ചെയ്താൽ ഇവർക്ക് നല്ലതായിരിക്കും. അതുപോലെ തന്നെ രാത്രി സ്വപ്നങ്ങൾ കാണാനുണ്ട്. ദുസ്വപ്നങ്ങളെ കാണാതെ പ്രാർത്ഥിച്ച് കിടന്നാൽ ആ ദുസ്വപ്നങ്ങളൊക്കെ കാണാതെ ഇവർക്ക് സുഖകരമായ ഉറക്കവും ലഭിക്കും. കുടുംബ അംഗങ്ങൾ തമ്മിൽ പല പ്രശ്നങ്ങളും വാക്കുതർക്കങ്ങളും വരാനുള്ള സാധ്യതയുണ്ട്. അതിൽ നിന്നൊക്കെ വിട്ടുമാറി ദേഷ്യമൊക്കെ മാറ്റി ക്ഷമയോടുകൂടി ഇവർ പ്രതികരിക്കേണ്ടതാണ്. മറ്റുള്ളവരുടെ പ്രവൃത്തി അല്ലെ വാക്കുകളായിരിക്കാം ഇവരെ പ്രൊവോക്ക് ചെയ്യുകയും ഇവർക്ക് ദേഷ്യം വരികയും ഒക്കെ ഉണ്ടാവുക. അതൊക്കെ മനസ്സിലാക്കി വേണം ഇവർ ഓരോ കാര്യങ്ങളെയും ഫേസ് ചെയ്യുവാൻ. അതുപോലെ തന്നെ നമ്മൾ എടുത്തു ചാടി മറ്റൊരാൾക്കൊരു അഷുറൻസ്, ഒരു പ്രോമിസ് കൊടുക്കുന്നതും ഇവർ ശ്രദ്ധിക്കേണ്ടതാണ്. ബിസിനസ് ചെയ്യുന്നവർക്ക് ബിസിനസ്സൊക്കെ നല്ല രീതിയിൽ വരും. പക്ഷെ ഒരുപാട് ബിസിനസ് സംബന്ധമായിട്ട് ഒരുപാട് എക്സ്പെൻസ്, ചിലവുകൾ വരാനും കൂടെയുള്ള സമയമാണ്. കസ്റ്റമേഴ്സായിട്ട് കോംപ്രമൈസ് ചെയ്ത് പോയാൽ മാത്രമേ ഇവർ പ്രതീക്ഷിക്കുന്ന ആ ഒരു പ്രോഫിറ്റിലേക്ക് അവർക്ക് ബിസിനസ്സിനെ എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. പ്രൊഫഷണൽ ജോലി ചെയ്യുന്നവർക്കും ഏത് ജോലി ചെയ്യുന്നവർക്കും അവരുടെ ജോലിഭാരം കൂടും. പെട്ടെന്നുള്ള ആ ഒരു തീരുമാനം അവർ എടുക്കാതെ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ എന്ത് ചെയ്താലും പറഞ്ഞാലും ക്ഷമയോടുകൂടി ആലോചിച്ചതിന് ശേഷം മാത്രം ഒരു തീരുമാനത്തിലേക്ക് ഇവരെ എത്തുക. ചെറിയ തർക്കങ്ങളും പ്രശ്നങ്ങളൊക്കെ ഇവരുടെ കുടുംബത്തിൽ വാക്കുതർക്കങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ഇവരുടെ പങ്കാളിയായിട്ട് ഇവർക്ക് യോജിച്ച് പോകാൻ സാധിക്കും. ഇവരുടെ ആദ്യം പറഞ്ഞാൽ ക്ഷമയൊക്കെ ഇവർക്ക് ഞാൻ പലതവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു. എന്താണെന്ന് വെച്ചാൽ അവർക്കത് ഈ മാസം വളരെ കൺട്രോൾ ചെയ്യേണ്ടതായതുകൊണ്ടാണ് അങ്ങനെ എടുത്തു പറയാനുള്ള കാരണം. കുട്ടികളായിട്ട് നല്ല രീതിയിൽ സഹകരിച്ച് സ്നേഹത്തോടെ പോയാൽ നല്ല രീതിയിലുള്ള ഒരു മാസമായിരിക്കും ഇവർക്ക് ഈ മാസം ലഭിക്കുക. മഹാലക്ഷ്മി ദേവി പ്രാർത്ഥിക്കുന്നതാണ് ഇവർക്ക് നല്ലത്. ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടം, അര, മകരക്കൂറ്. ഈ നക്ഷത്രക്കാർ സാമ്പത്തികമായിട്ട് നല്ല സമയമായിരിക്കും. പക്ഷേ എന്ത് കാര്യം ചെയ്താലും അതിൽ തടസ്സം വരിക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് വേണം എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അത് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകുവാൻ. യാത്രകൾ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇവരുടെ സൗഹൃദങ്ങൾ ഇവർക്ക് അനുകൂലമായിട്ട് വരും. വിദേശയാത്ര പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ഇവർക്ക് അനുകൂലമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ഇവരുടെ സുഹൃത്തുക്കൾ ഇവരെ പ്രൊവോക്ക് ചെയ്യുന്നതായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. അതുവഴി അതിവരെ മനസ്സിലാക്കി അതിന് പോകാതെ ഇവരുടെ കാര്യം നോക്കി നടന്നാൽ അത് വളരെ ഇവർക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. ബിസിനസ് ചെയ്യുന്നവർക്ക് ബിസിനസ്സൊക്കെ ഒന്ന് സ്ലോ ആവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇവരുടെ കസ്റ്റമേഴ്സായിട്ട് കോംപ്രമൈസ് ചെയ്ത് സ്നേഹത്തോടു കൂടി പോയാൽ പുതിയ ഓർഡറുകൾ കിട്ടാനും പ്രതീക്ഷിക്കുന്നതിൽ കൂടുതൽ ലാഭത്തിലേക്ക് എത്താനും കൂടെ നല്ല സമയമാണ് ഈ വരുന്ന ഒരു മാസം. അതുപോലെ തന്നെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അതും ആ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനും കൂടെ നല്ലതാണ്. ജോലി ചെയ്യുന്നവർക്ക് അവരുടെ ജോലിഭാരം കൂടാനും അപ്രതീക്ഷിതമായ ട്രാൻസ്ഫർ കിട്ടാനുള്ള സാധ്യതയും കൂടെ ഉണ്ട്. അതുകൊണ്ട് അവർ ഒന്ന് പ്രതീക്ഷിച്ച് ഇരിക്കുക. കുടുംബത്തിൽ നല്ല സമാധാനമൊക്കെ ഉണ്ടാവും. ശുഭകാര്യങ്ങളും മംഗളകാര്യങ്ങളും നടക്കാനുള്ള സമയമൊക്കെയാണ്. ഇവരുടെ കുട്ടികൾ ഇവർക്കൊരു അഭിമാനമാകുന്ന സമയമൊക്കെ ഉണ്ടാവും. പങ്കാളികളായിട്ട് സ്നേഹത്തോടു കൂടി തന്നെ പോകേണ്ടതാണ്. ഈ നക്ഷത്രക്കാരുടെ അച്ഛൻ്റെ ആരോഗ്യം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഏതെങ്കിലും രീതിയിലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വേണ്ട ട്രീറ്റ്മെൻറ്റ് യഥാസമയം കൊടുത്ത് മുന്നോട്ട് പോകേണ്ടതാണ്. ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നതാണ് ഈ നക്ഷത്രക്കാർക്ക് നല്ലത്. അവിട്ടം, അര, ചതയം, പൂരിട്ടാതി, മുക്കാൽ, കുംഭക്കൂറുകാർക്ക് സാമ്പത്തികമായിട്ട് നല്ല സമയമാണ്. പക്ഷേ ആ സാമ്പത്തികം നമ്മുടെ കയ്യിലേക്ക് വരാൻ കുറച്ച് ഡിലേ ഉണ്ടാകുന്ന സമയം കൂടിയാണ്. ചിലവുകൾ വർദ്ധിക്കാനും വീട് സംബന്ധമായിട്ടും പ്രോപ്പർട്ടി അതുപോലെ തന്നെ വാഹനങ്ങൾ സംബന്ധമായിട്ടും ചിലവുകൾ വർദ്ധിക്കാനും കൂടിയ സമയമാണ്. പക്ഷേ ഇവർക്ക് ഒരു ഗുഡ് വില്ല് കിട്ടാനും സോഷ്യൽ സ്റ്റാറ്റസ് കൂടാനും കൂടെ നല്ലതാണ് ഈ വരുന്ന ഒരു മാസം.
ഏതെങ്കിലും രീതിയിലുള്ള കേസൊക്കെ ലീഗൽ കേസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അവർക്ക് അനുകൂലമായിട്ട് വരും. ഒരുപാട് യാത്രകളും അവർക്ക് ഈ മാസം ചെയ്യേണ്ടതായിട്ടുണ്ട്. ശരീരത്തിനൊരു ക്ഷീണം അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആരോഗ്യം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ നക്ഷത്രക്കാരുടെ സൗഹൃദങ്ങൾ കൂട്ടുകാർ വഴി മിസ്അണ്ടർസ്റ്റാൻഡിങ് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിരിക്കണം. കുടുംബത്തിലും പല തെറ്റിദ്ധാരണകളും ബുദ്ധിമുട്ടുകളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളിൽ മുൻഗണന കൊടുക്കാതെ സ്വന്തം കാര്യങ്ങളും നമ്മുടെ കുടുംബത്തിലുള്ളവരും പറയുന്നതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ഇവർ അഗ്നിസംബന്ധമായിട്ടോ അല്ലെങ്കിൽ ഷാർപ്പ് ഒബ്ജക്റ്റിലേക്ക് കത്തി ആയുധങ്ങളൊക്കെ എടുത്ത് പെരുമാറുന്നവരാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇവരുടെ പങ്കാളിയായിട്ട് തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒരു സമാധാനപരമായിട്ട് പറഞ്ഞു തീർത്ത് മുന്നോട്ട് പോകേണ്ടത് വളരെ അത്യാവശ്യമാണ്. ജോലി ചെയ്യുന്നവർക്ക് അവരുടെ ജോലിഭാരം കുറയും. പക്ഷേ ഒരുപാട് യാത്രകൾ, അനാവശ്യമായ ഒരുപാട് യാത്രകളും ട്രാൻസ്ഫറും കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒന്ന് കെയർഫുള്ളായിട്ട് ഇരിക്കേണ്ടതാണ്. ബിസിനസ് ചെയ്യുന്നവർക്ക് നല്ല സമയമാണ്. അതുപോലെ തന്നെ ഓർഡറുകൾ അയക്കുമ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പാർട്ണർഷിപ്പ് ബിസിനസ് ആണെങ്കിൽ പാർട്ണേഴ്സ് തമ്മിൽ തർക്കങ്ങൾ വരാതെ കുറച്ച് ആ ബിസിനസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പോകേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ നക്ഷത്രക്കാർ സുബ്രഹ്മണ്യ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതാണ് ഈ മാസം ഇവർക്ക് നല്ലത്. പൂരിട്ടാതി അവസാന ഭാഗം, ഉത്രട്ടാതി രേവതി, മീനക്കൂറുകാർക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് ടെൻഷൻ അവർക്ക് വരാനുള്ള സാധ്യതയുണ്ട്. സാമ്പത്തികമായിട്ട് നല്ലൊരു സമയമായിരിക്കും. മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങൾ വാക്കുകൊണ്ടായാലും എന്തുകൊണ്ടായാലും അത് ഇവർക്ക് അൺഹാപ്പി ഉണ്ടാവുന്ന സിറ്റുവേഷൻ ഉണ്ടാവും. ചില സാഹചര്യങ്ങളിൽ ഇവർക്ക് പെട്ടെന്ന് ഒരുപാട് പൈസ സാമ്പത്തികം വേണ്ട ഒരു സാഹചര്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഈ വരുന്നൊരു മാസം. പക്ഷേ ആ സ്റ്റാർട്ട് ടൈമിൽ തന്നെ, ആ റൈറ്റ് ടൈമിൽ തന്നെ ഹെൽപ്പ് ചെയ്യാനും ഇവർക്ക് ആൾക്കാരുണ്ടാവും. അതുപോലെ തന്നെ പുതിയ വാഹനം മേടിക്കാനും വസ്തുവകൾ മേടിക്കാനും കൂടെ നല്ലൊരു സമയമാണ്. ബിസിനസ് ചെയ്യുന്നവർക്ക് അവരുടെ ബിസിനസ് ഇമ്പ്രൂവ് ചെയ്യും. പക്ഷേ സ്ലോ ലെവലിലായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. ഒരു പ്രതീക്ഷിക്കുന്ന ഒരു വരുമാനമൊക്കെ അവർക്ക് കിട്ടും. ബിസിനസ്സിൽ കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ ആ കോമ്പറ്റീഷനെ കുറഞ്ഞ് വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാൻ, ബിസിനസ്സിൽ പോകാൻ പറ്റുന്ന ഒരു സമയമാണ് ഈ വരുന്ന ഒരു മാസം. പ്രൊഫഷണൽ ജോലി ചെയ്യുന്നവർക്ക് അവരുടെ പ്രവർത്തനത്തിൻ്റെ ഒരു അംഗീകാരം കൂടെ കിട്ടാൻ നല്ലൊരു സമയമാണ്. ഒരു കാരണവശാലും ഇവർ ചെയ്യുന്ന ജോലി അല്ലെ ആ ഉത്തരവാദിത്വം മറ്റൊരാളെ ഏൽപ്പിക്കാതിരിക്കുക എന്നുള്ളത് ഈ നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ടതാണ്, വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബത്തിന് നല്ല സമാധാനമൊക്കെ ഉണ്ടാവും. കുട്ടികളുടെ പ്രവർത്തനം ഇവർക്കും ഇവരുടെ കുടുംബത്തിനും വളരെ സന്തോഷമുണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ നല്ല സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് ഈ മാസം ഉള്ളത്. ഈ നക്ഷത്രക്കാരുടെ കുട്ടികളുടെ ഭാവിക്ക് വേണ്ടി ഓരോ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകേണ്ടതാണ് ഈ നക്ഷത്രക്കാർ ഈ മാസം. ശനി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതാണ് ഇവർക്ക് നല്ലത്. ഞാനിടുന്ന വീഡിയോയിൽ പല കാര്യങ്ങളും ഒന്നിൽ കൂടുതൽ തവണ പറഞ്ഞ് അത് റിപ്പീറ്റേഷൻ ഒരുപാട് ഉണ്ടാവാറുണ്ട്. അത് ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ പറയുന്നതാണ്. ആ റിപ്പീറ്റേഷൻ ഇടുന്നതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത്, ആ വരുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് മാറ്റർ ആയതുകൊണ്ടാണ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. വെച്ചാൽ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം കേൾക്കുമ്പം എല്ലാവർക്കും മറവിയുണ്ട്. ആ മറന്നു പോകാതെ അത് മനസ്സിലേക്ക് വരണമെങ്കിൽ നമ്മൾ ആ കാര്യത്തിൽ പ്രാധാന്യം കൊടുക്കുള്ളൂ. പ്രധാനമായിട്ടും ആരോഗ്യപരമായ കാര്യങ്ങളായിരിക്കും കൂടുതലായിട്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ ആ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അല്ലെങ്കിൽ പല നഷ്ടപ്പെട്ടു പോകുന്നത്, ആഭരണങ്ങൾ, സാമ്പത്തികം, അങ്ങനെയുള്ള കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ഇനിയും ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയും. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അത്രയ്ക്ക് പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് കൂടുതൽ ഊന്നൽ കൊടുത്ത് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കുക. ഞാൻ വീണ്ടും വെറുതെ റിപ്പീറ്റ് ചെയ്ത് ലാഗ് ചെയ്യിക്കുന്നതുകൊണ്ടല്ല, അത്രയ്ക്ക് പ്രാധാന്യമുള്ളത് കൊണ്ടാണ്. നിങ്ങൾ മനസ്സിലാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും വിശ്വാശംസ നൽകിക്കൊണ്ട് നിർത്തുന്നു. വീണ്ടും കാണാം. നമസ്കാരം.